മണ്ഡലങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അന്ധകാര ശക്തി അവിടെ അനങ്ങരുത്, അതിനെ പൂട്ടിക്കൊള്ളണം, അതിനെ സ്റ്റോപ്പ് ചെയ്തുകൊള്ളണം. ഇനി ദൈവം പറഞ്ഞിട്ട് ഒരു പരീക്ഷ പർപ്പസ്ഫുള്ളി ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മുടെ 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 ആ യുദ്ധതന്ത്രം ഒന്ന് മാറ്റിവെക്കാൻ ദൈവം ഒന്ന് അനുവദിച്ചിട്ട് വരുന്നത് വേറെ കാര്യം. അതിന് റിവാർഡും ഉള്ളതാ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്ന് ഈ സാത്താന്റെ കുഴി ചാടിയിട്ട് ഒരു കാര്യവുമില്ല. അതല്ല എൻ്റെ ആരോഗ്യകരമായ ഒരു ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു സിസ്റ്റം. അപ്പൊ ഈ ആ കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മളൊരു ഫണ്ടമെന്റലി ഒരു ദൈവ പൈതലിന് എപ്പോഴും അവെയർ ആയിരിക്കണ്ട. സാത്താൻ നമ്മൾ ഏത് സമയം വീഴിക്കാൻ നോക്കുക. അപ്പോൾ അത് നമുക്ക് അറിയണം, ഒരു സാധാ വിശ്വാസിക്ക് അറിയണം. അതുകൊണ്ട് തന്നെ ദൈവത്തോട് എപ്പം പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചോളാം. അതുപോലെ തന്നെ എന്ന് രാവിലെ തന്നെ ഈ അന്ധകാര ശക്തിയെ പൂട്ടിക്കൊള്ളണം. ഒരു മേഖലകളിലും തൊടാൻ അനുവദിക്കരുത്. നമ്മുടെ ഒരു മേഖലകളിലും അനങ്ങാൻ അനുവദിക്കാതെ വേണം അതിനെ പൂട്ടിക്കൊള്ളണം. അതിനൊക്കെ അധികാരം തന്നേക്കണം, താക്കോല് തന്നെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട്